ഇന്ന് നമുക്ക് ലൈഫിനെ കുറിച്ച് സംസാരിക്കാം. ടൊറൻഡോ സൂ കാണാൻ പോയപ്പോഴാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ കോംപ്ലക്സിറ്റികളെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. ശരിയല്ലേ? ആനിമൽസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് മാത്രം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ടെൻഷൻ അടിച്ചു കൂട്ടുന്നവരാണ് നമ്മൾ ഈ ഭൂരിഭാഗം മനുഷ്യന്മാരും. പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും പറ്റിയൊക്കെ ടെൻഷൻ അടിക്കുന്നതും വേവലാതിപ്പെടുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ കഴിഞ്ഞു പോയ കാലത്തെ കാര്യങ്ങൾ ആലോചിച്ച് പിന്നെയും എന്തിനാണ് നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മളുടെയൊക്കെ എക്സ്പയറി ഡേറ്റ് എനിക്ക് തോന്നണേ ഒരു 60 years അല്ലെങ്കിൽ 70 years ഒക്കെ കിട്ടിയാൽ തന്നെ ഭാഗ്യം. അപ്പോൾ അത്രയും ചെറിയ ടൈമിൽ ഈ ചെയ്തു പോയ മണ്ടത്തരങ്ങളിരുന്ന് ആലോചിക്കാണ്ട് ഇനി എങ്ങനെ സെറ്റാവാം, എങ്ങനെ പീസ്ഫുള്ളായിട്ട് ജീവിക്കാം, ഇതൊക്കെയാണ് ഞാനിപ്പം പല ദിവസങ്ങളിലും ചിന്തിക്കാറ്. ലീവ് ഇൻ ദ മൊമെൻറ്റ്, ഇൻ ദ പ്രസൻറ്റ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു പോളിസി. ലൈഫിനെ കുറിച്ച് പക്ഷേ എനിക്കും അടിപൊളിയായിട്ട് ടെൻഷൻസ് ഉണ്ടാവാറുണ്ട്. എങ്ങനെയായിരിക്കും ജീവിതം, ഇനിയിപ്പോൾ ഫിനാൻസ് എന്തൊക്കെ ആവും, എങ്ങനെയാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യുക, ഫ്യൂച്ചർ ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കുറേ സ്ട്രെസ്സൊക്കെ എനിക്കും മിക്ക ടൈമിലും വരാറുണ്ട്. പക്ഷേ അതിനെ നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് റെഡ്യൂസ് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് പിന്നെ ഹാപ്പി ആവുന്നതാണ് നമ്മളുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഹാപ്പി ആൻഡ് പീസ്ഫുള്ളായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വെറുതെ ഈ ചിന്തിച്ച് കാട് കയറി കോംപ്ലക്സ് ആവാതിരിക്കുന്നതല്ലേ നല്ലത്. ആക്ച്വലി ഇവിടുത്തെ മനുഷ്യന്മാരുടെ ജീവിതവും ആനിമൽസിൻ്റെ ഈ സൂവിൽ പോയപ്പോഴൊക്കെയാണ് എനിക്ക് ഇങ്ങനത്തെ ഓരോ തോട്ട്സൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ നമ്മുടെ പ്രസൻറ്റിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുക, പാസ്റ്റിനെ കുറിച്ച് വെറുതെ റിഗ്രറ്റ് ചെയ്യാണ്ട് പ്രസൻറ്റിൽ ഹാപ്പി ആയിട്ട് ജീവിച്ചാൽ തന്നെ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ ഹാപ്പി ആൻഡ് പീസ്ഫുള്ളായിട്ട് മാറും. നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ പിന്നെയും ചെയ്യാനും പറ്റും. അപ്പം ഇതൊക്കെയാണ് ടൊറൻഡോ സൂവിൽ പോയപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നിയ കാര്യങ്ങൾ. പിന്നെ ടൊറൻഡോ സൂവിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വിൻ്ററിന് മുന്നേ എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ദർ ആൻഡ് ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. ബൈ.